ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ എന്ത് എനർജിയിലാണ് ഇന്നേ ദിവസം ഉള്ളതെന്ന് നോക്കാം. ഇന്ന് ന്യൂ മൂണാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ചില അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം മാനസികമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് നോക്കാം. Two of Pentacles, Seven of Pentacles, Justice, Lovers card വന്നിട്ടുണ്ട്, Nine of Pentacles വന്നിട്ടുണ്ട്, King of Swords, Three of Cups, ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, ചാരിയറ്റ് വന്നിട്ടുണ്ട്. ടു ഓഫ് കപ്സ് ആണ് അതിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത്. എക്സ്പീരിയൻസിങ് വന്നിട്ടുണ്ട്, ബിയോണ്ട് ദ ഇല്യൂഷൻ, മാസ്റ്റർ വന്നിട്ടുണ്ട്, കറേജ്, ഇൻറ്റൻസിറ്റി, ഫ്ലവറിങ്, ട്രസ്റ്റ്. നമുക്ക് ഗൈഡൻസ് മെസ്സേജ് കൂടി നോക്കാം. എന്താണ് യൂണിവേഴ്സൽ ഗൈഡൻസ് നിങ്ങൾക്കുള്ളതെന്ന് കൂടി നോക്കാം. മെറ്റീരിയൽ ഹാർവെസ്റ്റ്, ഹോപ്പ്, ഡിസ്ക്രിപ്ഷൻ, റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്, റിസപ്ഷൻ ആൻഡ് എൻട്രി, മൂവിങ് ഓൺ. അപ്പോൾ ഇമോഷണൽ വിഡ്രാവലാണ്. നിങ്ങൾ ഇതിൽ ഈ റീഡിങ്ങിൽ പൊതുവായിട്ട് കണ്ടത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാരുണ്ടെന്ന് കാണുന്നു. ടു ഓഫ് പെൻറ്റക്കിൾ, സെവൻ ഓഫ് പെൻറ്റക്കിൾ, നയൻ ഓഫ് പെൻറ്റക്കിൾ അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ആൾക്കാർ ഈ റീഡിങ് കാണുന്നത് ചിലപ്പോൾ ഇന്നേ ദിവസം അവരുടെ ഒരു എനർജി സാമ്പത്തികമായിട്ട് അവർക്ക് എന്താണ് ഉണ്ടാകുക എന്ന് അവർ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്ന കുറേയധികം ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട്. ജസ്റ്റിസ് വരുന്നു എന്നുള്ളതാണ്. അവർ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത കാര്യത്തിനൊരു ജസ്റ്റിസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ന്യൂ മൂണാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും നിങ്ങൾ ഈ ടു ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ജഗ്ലിംഗ് ആണ്. നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റണില്ല. ഇമോഷൻസ് നിങ്ങൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. പിന്നെ ചിലപ്പോൾ ചിലർ ശരിക്കും കരയാൻ തോന്നുന്നുണ്ടായിരിക്കും, ഉറക്കം വരാതിരിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ ഈ ഒരു ന്യൂ മൂൺ എനർജി നിമിത്തമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിക്കാനൊന്നുമില്ല. ചിലപ്പം കുറച്ച് വിഷമിച്ച് തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട്. അത് സാധാരണയായി ഈ ഫുൾ മൂൺ ന്യൂ മൂൺ വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റാതെ ആകാറുണ്ട് പല സമയങ്ങളിൽ. പിന്നെ ചിലർക്ക് അസുഖ നിമിത്തം ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും ജസ്റ്റിസ് വരുന്നുണ്ട്. അസുഖം ഉള്ളവർക്ക് അത് അസുഖം കുറയുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു യൂണിയനാണ്. പിന്നെ പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സക്സസ്സിലേക്ക് പോകും എന്ന് തന്നെ കാണുന്നുണ്ട്. കാരണം ഇതിൽ ത്രീ ഓഫ് കപ്സും ചാരിയറ്റും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ചേർന്ന് അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ആൾക്കാർ ചേർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് തുടങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു ഉന്നതി തന്നെ കിട്ടും എന്ന് കാണുന്നുണ്ട്. അത് വളരെ നല്ല ഒരു കാര്യമാണ്. ജസ്റ്റിസാണ് നിങ്ങൾക്ക്
അപ്പോൾ ഏത് കാര്യത്തിലായാലും നീതി കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നീതി കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു എൻഡിങ് ആകുന്നു എന്നുള്ളതാണ്. ശരിക്കും അതൊരു സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം. പിന്നെ ലവേഴ്സ് കാർഡ് വന്നപ്പോൾ അതിൽ ലവേഴ്സ് കാർഡും ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയിരുന്നെങ്കിൽ അതിലും ജസ്റ്റിസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ന്യൂ മൂൺ എനർജിയൊക്കെ കൃത്യമായിരിക്കും കേട്ടോ. ഈ എനർജിയുമായി കണക്റ്റ് ആകുന്ന കുറേയധികം ആൾക്കാർക്ക് ഇത് കൃത്യമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അത് എനർജിയായി കണക്റ്റ് ആകുന്ന ആൾക്കാർക്കാണ്. അതുകൂടി പറയാം. ലവേഴ്സ് കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ലവേഴ്സ് കാർഡും ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പം ബ്രേക്കപ്പ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്കതൊരു യൂണിയൻ കാണുന്നുണ്ട്. ചാരിയറ്റാണ്. കുറച്ച് നല്ല കാര്യങ്ങൾ വളരെ സ്പീഡിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് താമസമൊന്നും വെയിറ്റിംഗ് എനർജി അല്ല. പിന്നെ ക്രിയേറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളുടെ ഉള്ളിൽ ദൈവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് ദൈവം. നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സോളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു അംശമാണ്. അപ്പോൾ അതിന് ദൈവത്തിൻ്റെതായ എല്ലാ ഗുണങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതൊന്ന് തിരിച്ചറിയുക, അത് കണ്ടെത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ദൈവാംശമുള്ള ആളുകളാണ് എല്ലാവരും തന്നെ. അപ്പോൾ അത് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ട്രസ്റ്റ് വന്നത്. നമ്മളത് വിശ്വസിക്കുക. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കാണുന്ന കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ചിലപ്പോൾ 1 or 2 തവണയൊക്കെ നമുക്ക് ശരിക്കും ഒരു ദൈവത്തിൻ്റെ ഒരു സ്പർശം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിന് അയ്യോ ഇതിങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ തോന്നില്ല. അത് പൊതുവെ അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലവറിങ് ആണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്. അതും വളരെ തീവ്രമാണ്. അതും വളരെ സ്പീഡിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിൻ്റെ അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്ന സമയമാണത്. ഈ ന്യൂ മൂൺ റീഡിങ്ങിൽ തന്നെ ഇത്രയും നല്ല ഒരു മെസ്സേജസ് ആണ് കിട്ടിയത്. അപ്പോൾ അതും നിങ്ങൾ വിശ്വസിക്കുക. കറേജാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ പാറയിൽ നിന്നാണ് ആ ഒരു ചെടി ഉണ്ടായി അത് പൂത്ത് അതിൽ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഏത് സാഹചര്യത്തിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരാൻ പറ്റും. നമ്മൾ അനുകൂലമായ സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ പ്രവർത്തിക്കൂ എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മളങ്ങ് ആകെ തളർന്നു പോകും. പക്ഷെ അങ്ങനെ അല്ല വേണ്ടത്. നമുക്ക് ഏത് സാഹചര്യത്തെയും അനുകൂലമാക്കി എടുക്കാൻ നമുക്ക് പറ്റും. അത് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു കറേജ് എന്നുള്ള പറയുന്ന ഒരു കാർഡ് കാണിക്കുന്നത്. അപ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും നമുക്ക് വളരണമെങ്കിൽ നമുക്ക് വളരാം. നമുക്ക് അതിൽ പൂവിടുകയും ചെയ്യാം. പക്ഷേ നമ്മളത് വിചാരിക്കണം, നമുക്കങ്ങനെ ആകണം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും, ചിലപ്പം ഇത് ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊന്നും ഉണ്ടായിരിക്കില്ല. സ്മാർട്ട് വർക്ക് ചെയ്താലും മതി. നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ആ കോൺഫിഡൻസ് കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിനുള്ള ഫലം കിട്ടും എന്ന് തന്നെയാണ് കാർഡുകൾ പറയുന്നത്. മാസ്റ്ററാണ്, നമ്മളുടെ തന്നെ മാസ്റ്റർ നമ്മളാണ് എന്നുള്ളതാണ്. നമ്മളുടെ മാസ്റ്റർ നമ്മൾ തന്നെയാണ്. അപ്പോൾ അതും മനസ്സിലാക്കുക. ബിയോണ്ട് ദ ഇല്യൂഷനും എക്സ്പീരിയൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുക. പിന്നെ മെറ്റീരിയൽ ഹാർവസ്റ്റ് ആണ്. ശരിക്കും നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ഇതുവരെ വിതച്ചതൊക്കെ നമ്മൾ കൊയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ധാരാളം സമ്പത്തും സമൃദ്ധിയും ഒക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതുണ്ടാവും. നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഹോപ്പാണ്. പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. നമുക്ക് അതാണ് ഈ ഒരു കറേജ് വന്നത്. നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്തായി തീരണം എന്ന് നമുക്ക് മാത്രമേ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. നമ്മളത് തീരുമാനിച്ചാൽ നമ്മളതായി തീരുകയും ചെയ്യും. അത് എത്ര പ്രതികൂല സാഹചര്യത്തെയും നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ്.
ഡിസ്ക്രിപ്ഷനാണ്. ശരിക്കും തടസ്സങ്ങൾ ഒരുപാടുണ്ടാവും. നമ്മൾ ഏത് വഴി പോയാലും എങ്ങനെ പോയാലും ചിലപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വരും. അത് നമ്മളെ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡാണ്. അപ്പോൾ നമ്മൾ ആ പരീക്ഷണങ്ങളൊക്കെ കടന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ഒരിക്കലും നമുക്ക് അത് നമ്മളുടെ കഷ്ടപ്പാട് ദൈവം കാണുമെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഡിസെപ്ഷൻ ആൻഡ് എൻവിയാണ്. ഈ സമയത്ത് ചിലപ്പോൾ പലരും നമുക്കെതിരാകാം. നമ്മളുടെ കൂടെ നിൽക്കുന്നവർ പോലും നമുക്കെതിരാകാം. അല്ലെങ്കിൽ നമ്മളോട് നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ തിരിഞ്ഞു നിന്ന് നമ്മളെക്കുറിച്ച് നല്ലതായിരിക്കില്ല പറയണത്. അസൂയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. അതൊക്കെ നമ്മൾ അതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അവരോട് യാതൊരു തരത്തിലുള്ള പ്രതികാരവും നമുക്ക് ആവശ്യമില്ല. നമ്മളതൊന്ന് മനസ്സിലാക്കുക, നമ്മൾ മുന്നോട്ട് പോവുക. മൂവിങ് ഓൺ, നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ്. ഇമോഷണൽ വിഡ്രാവലാണ്. ചിലപ്പം ഈ പലരും ഈ ഒരു എനർജിയിലെന്ന് വെച്ചാൽ ഒട്ടും എനർജി ഇല്ലാതെ, ഈ ഒരു ഫുൾ മൂൺ ന്യൂ മൂൺ എനർജിയിൽ ഒട്ടും എനർജി ഇല്ലാതെ ഫുള്ള് എനർജിയും പുള്ളി പോയി ഒരു ഒന്നുമില്ലാതെ, ഒരു ശരിക്കും ഒട്ടും പോസിറ്റിവിറ്റി ഇല്ലാതെ, ഒരു ശരീരത്തിനോ മനസ്സിനോ ഒട്ടും വിലയില്ലാതിരിക്കുന്ന ആൾക്കാരായിരിക്കാം. പൊതുവെ അങ്ങനെയാണ്. ഈ സമയം വരുമ്പം നമുക്ക് ശരീരം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ നമ്മുടെ മനസ്സ് ചിന്തിച്ചാൽ പോലും നമ്മളെ ശരീരം അനുകൂലമായി അത് ചെയ്യണം എന്നില്ല. അങ്ങനെയാണ്. ചിലപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ വളരെ ഡെസ്പായി പോവും. ഒരു പോസിറ്റിവിറ്റി ഇല്ലാതെ നമ്മൾ ശരിക്കും വിഷമിക്കും. അകാരണമായ വിഷമവും ദുഃഖമൊക്കെ നമുക്ക് വരും. പക്ഷേ അതൊക്കെയും ഈ ചന്ദ്രൻ്റെ ഈ ഒരു മാറ്റം കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത്. അത് പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും, അതുമൊക്കെ മാറിക്കോളും. പക്ഷേ ഈ സമയം നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ ഒരുപാട് വിഷമം വരുമ്പോൾ ദൈവത്തെ വിളിക്കാതിരിക്കരുത്. നമ്മളെപ്പോഴും എന്തെങ്കിലും നമുക്ക് പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു മന്ത്ര, അല്ലെങ്കിൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മന്ത്രം ഇങ്ങനെ മനസ്സിലിങ്ങനെ ചാൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾക്ക് നെഗറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് തോട്ട്സും നമ്മളിലേക്ക് വരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ചാൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഒരു മന്ത്ര ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ഫലം ഉണ്ടാകും. കാരണം ഈ മന്ത്രങ്ങൾക്ക് ശരിക്കും നമ്മളുടെ എനർജിയെ അല്ലെങ്കിൽ നമ്മുടെ ഈ അന്തരീക്ഷത്തെ പോലും ചേഞ്ച് ചെയ്യാനുള്ളൊരു ശക്തിയുണ്ട്. ആ ഒരു തരംഗങ്ങൾക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ ഏത് വിശ്വാസത്തിലിരിക്കുന്നവരായാലും ചാൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നല്ലതാണ്. നിങ്ങളുടെ എനർജി പോസിറ്റീവാക്കാൻ അത് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ. എല്ലാവരുടെയും കഷ്ടപ്പാടൊക്കെ മാറി എന്തായാലും എന്നും ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനപ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറുന്നൊരു സമയം ഉണ്ടാകും. അപ്പോൾ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക മാക്സിമം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.